കുട്ടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2020 എക്സ്പോയിലാണുള്ളത്, ദുബൈയിലാണ്. മുമ്പത്തെ വീഡിയോ നമ്മുടെ UAE പവലിയനിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യൻ പവലിയനിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ട് വരാം. ഓക്കെ, കാഴ്ചകളെല്ലാം വീഡിയോയിൽ തന്നെ ഉണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുകയുള്ളൂ. കണക്റ്റിംഗ് മൈൻഡ്സ് ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ എന്ന ആപ്തവാക്യത്തോടുകൂടി ദുബായ് എക്സ്പോയുടെ തുടക്കമാവുകയാണ്. 192 രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയും അതിൻ്റെ തനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ദുബായ് എക്സ്പോയിൽ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ദുബൈയിലേക്ക് എക്സ്പോയിൽ എത്താൻ പോകുന്നത്. ഇന്ത്യയുടെ ലോകോത്തര പവലിയൻ ഇവിടെ സജ്ജമായി കഴിഞ്ഞു. അതിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇതാണ് ഇന്ത്യയുടെ 4 നിലകളുള്ള പവലിയൻ. ഇതിനുള്ളിൽ നമുക്ക് ഇന്ത്യയുടെ സാംസ്കാരികവും പൈതൃകവും സാങ്കേതികപരവുമായ മികവുകളെ കണ്ടറിയാം. നടക്കുമ്പോൾ ശൂന്യാകാശത്തേക്ക് കടന്ന ഒരു പ്രതീതിയാണ് ആദ്യം. ബഹിരാകാശ ഗവേഷണങ്ങളെക്കുറിച്ചുള്ളതാണ് ഇത്. മംഗൾയാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഓറഞ്ച് കളർ ഗ്ലോബിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഗ്ലോബിനുള്ളിൽ ISROയുടെ അഭിമാന നിമിഷങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണം ഇന്നലെ, ഇന്ന്, നാളെ എന്ന രീതിയിലാണ് ഇതിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പുരാതന കാലം മുതൽ ഇന്ത്യക്ക് ബഹിരാകാശത്തോടുള്ള ആഭിമുഖ്യവും അറിവും ചിത്രീകരിക്കുന്നതാണിത്. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്ന ഗഗൻയാൻ വരെയുള്ള കഥകളും ഇതിനുള്ളിൽ കാണാം. നമ്മളെ ഒരു ബഹിരാകാശ യാത്രികനായി മാറ്റുന്ന അനുഭവമായിരിക്കും ഇതിനുള്ളിൽ നമുക്ക് കിട്ടുക. യോഗയെ അടിസ്ഥാനമാക്കിയുള്ള സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് അടുത്തത്.
അത് കഴിഞ്ഞ് ആയുർവേദത്തിൻ്റെ അനന്തമായ അവസരങ്ങളിലേക്ക്. ഇവിടം കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയാൽ ഇന്ത്യയുടെ പ്രകൃതി ഭംഗി മുഴുവൻ ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമാണിത്. ചുറ്റുമുള്ള LED പാനലുകളിൽ നമുക്ക് ഇന്ത്യയുടെ പാരമ്പര്യത്തെയും നൃത്തരൂപത്തെയും വസ്ത്രധാരണം, ഭൂപ്രകൃതി, അതിൻ്റെ മഹിമ, കലാരൂപങ്ങൾ, മത്സരങ്ങൾ എന്നിവയോടൊപ്പം സിനിമയും അതിൻ്റെ വിവരങ്ങളും കാണാം. മാറി മറിയുന്ന വർണ്ണ കാഴ്ചകളുടെ ഒരു മായ ലോകം തന്നെയാണത്.
ഇവിടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് എത്തുകയായി. ഇന്ത്യയുടെ ശതകോടി അവസരങ്ങളിലേക്ക് എത്തുകയാണ് ഈ ഫ്ലോറിൽ നമ്മൾ. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങളാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇന്ത്യക്കാരുടെ പുരോഗതിയുടെ ചിത്രങ്ങൾ ഈ വൃത്താകൃതിയിലുള്ള LED-യിൽ നമുക്ക് കാണാൻ കഴിയും. ഭാവിയുടെ വ്യാപാര കേന്ദ്രമായി ഇന്ത്യയെ നമുക്കിവിടെ കാണാൻ കഴിയും. വൈരങ്ങൾ, രത്നങ്ങൾ, ഭക്ഷണം, മരുന്ന് എന്നിങ്ങനെയുള്ള മേഖലകളുടെ സ്മാർട്ട് സിറ്റിയെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ലോക നേതാക്കളെയും കാണാം. ലോകമേ തറവാട് എന്ന ഇന്ത്യയുടെ വിശ്വാസ പ്രമാണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ലോക രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് UAE-യുമായി ഇന്ത്യക്കുള്ള പട്ട് പാത, സിൽക്ക് റൂട്ട് എന്ന ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക്. മൂന്നാമത്തെ ഫ്ലോറിൽ ഇന്ത്യയുടെ വ്യാപാര സ്ഥാപനങ്ങളെയും ബ്രാൻഡുകളുടെ പേരുകളും ഒക്കെ പരിചയപ്പെടാൻ സാധിക്കും. കലാപരിപാടികളും ബിസിനസ് മീറ്റിങ്ങുകളും ഒക്കെ നടത്താൻ പറ്റിയ അതിനൂതനമായ ഒരു തിയേറ്റർ ഉണ്ടാവും ഇവിടെ. സിനിമകളും പ്രദർശിപ്പിക്കപ്പെടും. രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സെക്ടർ പവലിയൻ കാണും. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്റ്റേറ്റ് പവലിയനുകൾ കാണും. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും പലവിധ സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ. വെളിയിലേക്ക് ഇറങ്ങുന്ന പ്രധാന കവാടം എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായിരിക്കും. ചരിത്രപരമായ ആ സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായമുണ്ടാവും. ഇന്ത്യയിലേക്കെത്താൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന 21 കാരണങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഈ 6 മാസത്തെ മാമാങ്കത്തിനുള്ളിൽ ഇന്ത്യയിലെ പ്രധാന ഉത്സവങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനാവും. ഇന്ത്യയുടെ രുചികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പുതിയ വ്യാപാര സംരംഭകരുമായിട്ടുള്ള സംവാദങ്ങൾ കാണാൻ പറ്റും. 140 മുകളിലുള്ള അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളെ കാണാൻ കഴിയും. അതിൽ എഴുത്തുകാരും അഭിനേതാക്കളും സയൻറ്റിസ്റ്റുകളും ഒക്കെ ഉണ്ടാവും. സിനിമയും കലാപരമായ പ്രദർശനങ്ങളും കായിക മാമാങ്കങ്ങളും വ്യാപാര സംബന്ധമായ മീറ്റിങ്ങുകളും മത്സരങ്ങളും കളികളും ഒക്കെ കാണാൻ സാധിക്കും. ഇന്ത്യയുടെ എക്സ്പോ പവലിയൻ എന്ന് പറയുന്നത് പുതിയതും പഴയതുമായ ബിസിനസ് സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയായിരിക്കും. ഒപ്പം സാങ്കേതിക വിദ്യയും. കൂടാതെ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു മെഗാ സംരംഭവും ഉണ്ടാവും. ശിലായുഗത്തിലുള്ള കാര്യങ്ങൾ മുതൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഭാവി പരിപാടികൾ വരെ ഒരു കുടക്കീഴിൽ ഇവിടെ നിങ്ങൾക്ക് ദൃശ്യമാകും. ലോകത്തെ വരവേൽക്കാൻ അത്യുത്സാഹത്തോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യ പവലിയൻ. വരൂ, നമുക്കും ഇതിൽ പങ്കാളികളാകാം.